നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മരുന്ന് കലക്കിയ ജ്യൂസ് മാറിപ്പോവാൻ പാടില്ല. എന്തെങ്കിലും ചെയ്യണം. സോറി കുറച്ച് ലേറ്റ് ആയി പോയി. അങ്ങോട്ടിരിക്കാം. എന്റെ പൊന്നമ്മേ, അത് മിക്സ് ചെയ്ത ഗ്ലാസ്സിൽ ഞാൻ അടയാളം ഒട്ടിച്ചതാ. അമ്മ ഇങ്ങനെ ചൂടാവില്ലേ? കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലും വളർന്നു വന്ന അവനെ സത്യത്തിന് വിപരീതമായി ഒന്നും ചെയ്യരുന്ന് പഠിപ്പിച്ചത് ഞാനാ. എന്താ വേണോട്ട്? ശേഖരൻ സാർ ഇങ്ങനെ എന്റെ ചേട്ടാന്ന് വിളിക്കില്ലേ? പിന്നെ വേണോട്ടിന് ഇങ്ങനെ വലിയ വലിയ വാക്കുകളൊന്നും പറയാതെ ഇങ്ങ് വന്നേ. ശേഖര, ചെക്കനും പെണ്ണിനുള്ള ജ്യൂസ് എടുക്കാൻ പോയ യാമിനി എവിടെ? അവള് കിച്ചണിലില്ലേ? ഇല്ല. ഞാൻ പോയി നോക്കാം. ആ, അവളാണെന്ന് തോന്നുന്നു. പുറത്തു നിന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. നീ പോയേ അവളെ വിളിച്ചോണ്ട് വാ. ഞാൻ പോയി അവളെ വിളിച്ചോണ്ട് വരാം. ചേച്ചി അവർക്കുള്ള ജ്യൂസ് എടുത്ത് കൊടുക്ക. ഏയ്, അത് ശരിയാവില്ല. അവർക്കുള്ള ജ്യൂസേ യാമിന് തന്നെ കൊടുക്കട്ടെ. അവൾക്ക് അതൊക്കെയല്ലേ ഒരു സന്തോഷം. ശരി വേണോട്ടാ, ഞാനിപ്പോ വരാം. ശരി. അല്ല, രാജുവിന്റെ അച്ഛൻ ഇങ്ങനെ നിന്നാൽ എങ്ങനെയാ? വന്നിരിക്കേ. സാരമില്ലേ മാഡം, ഞാനിവിടെ നിന്നോളാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? രാജുവിന്റെ അച്ഛൻ ജ്യൂസ് കുടിക്കാതിരുന്നാൽ എങ്ങനെ ശരിയാവും? ദേ, ഒരു ജ്യൂസ് കൊടുക്ക. എടുക്ക, കുടിക്കേ. അല്ല, ഭാര്യയും മക്കളൊക്കെ വരുന്നുണ്ടായിരിക്കും അല്ലേ? ഇല്ല. അയ്യോ, അതെന്താ? അവർക്കൊരു പനിക്കോള്. ആണോ? കഷ്ടായി പോയി. അംബിക മാഡം, ആ, സാറ് വിളിക്കുന്നു. ഒരു മിനിറ്റ്, ഞാനിപ്പ വരാമേ. ആ, ഉറക്കം വരാനുള്ള ഈ പൊടി കലക്കിയ ജ്യൂസ് കഴിച്ച രാജുവിന്റെ വർമ്മ സാറിനോട് ഒന്നും തുറന്നു പറയില്ല. ഈ ജ്യൂസ് ഞാൻ തന്നെ അവർക്ക് കൊണ്ടേ കൊടുക്കുന്നതാ നല്ലത്. വേണോട്ടാ, എന്താ വേണോട്ടാ? അല്ല, കുട്ടികൾ അവിടെ ദാഹിച്ചു നിൽക്കണേ, അവർക്കുള്ള ജ്യൂസ് കൊടുക്കാന്ന് വിചാരിച്ചു. അയ്യോ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. വേണോട്ട് ചെന്ന് ഹാളിലേക്ക് ഇരിക്കെ. ഇതെന്താ? ദൈവമേ, ഗ്ലാസ് മാറി ഞാൻ കലക്കിയ മരുന്നുള്ള ജ്യൂസ് പ്രതികാമയുടെ കുടിക്കോ? എടാ, നീ അടയാളം ഒട്ടിച്ച ഗ്ലാസ് ഏതാ മോനെ? അമ്മേ, അതാ അമ്മേ ഞാനും നോക്കുന്നത്. ബെസ്റ്റ്. എടാ, നീ ഈ പ്ലാനും കൊളവാക്കോടാ ദീപകെ. അമ്മേ, ഇതൊക്കെ ശ്രദ്ധിച്ച് ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ട കാര്യമല്ലേ? മരുന്ന് കലക്കിയ ജ്യൂസ് മാറിപ്പോവാൻ പാടില്ല. എന്തെങ്കിലും ചെയ്യണം. സോറി കുറച്ച് ലേറ്റ് ആയി പോയി. ശരി, അങ്ങോട്ടിരിക്കാം. എന്റെ പൊന്നമ്മേ, അത് മിക്സ് ചെയ്ത ഗ്ലാസ്സിൽ ഞാൻ അടയാളം ഒട്ടിച്ചതാ. അമ്മ ഇങ്ങനെ ചൂടാവില്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഗ്ലാസ് മാറി മിക്സ് ചെയ്ത ജ്യൂസ് എങ്ങാനും ഹൃദയ കുടിച്ചാലുണ്ടല്ലോ, തീർന്നു, എല്ലാം കുളമാകും.
ഗ്ലാസ്സിലാടാ മദ്യം കലക്കിയത്. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ, എന്തു പറയും. ആ ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ്. ഉറപ്പാണോ? അത് തന്നെ. മാഡം, വിശേഷങ്ങൾ പറഞ്ഞു തീരാൻ നോക്കിയെന്നാലേ കുട്ടികൾക്ക് പച്ചവെള്ളം കുടിക്കാനുള്ള സമയം കിട്ടില്ല. ഇത് ഞാൻ അവർക്ക് കൊടുത്തോട്ടെ. അതെ, ഒന്ന് മാറിക്കേ. ആർക്കൊന്നും തോന്നല്ലേ, കുട്ടികളെ ഒന്നും കഴിച്ചിട്ടില്ല. അച്ഛാ, അതുകൊണ്ടാ. എനിക്ക് വേണ്ടച്ചാ. അങ്ങനെ പറഞ്ഞാലെങ്ങനെയാ മോനെ? നിങ്ങൾ രണ്ടാളും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. മേടിക്ക് രാജു, അച്ഛനോടെല്ലാം തുറന്നു പറയാനുള്ള എനർജി വേണ്ടതല്ലേ. തന്നെ കിളവൻ എല്ലാം നശിപ്പിച്ചു. രാജി, കൊണ്ടുവച്ചോ. ചേട്ടാ, ആദ്യം നമുക്കേ കേക്ക് മുറിച്ച് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താലോ? ഓ, ആയിക്കോട്ടെ. രാജു വാ, ഋതുമോളെ വാ. എടാ, ആ പെണ്ണിന് ഒരു കുലുക്കും ഇല്ലല്ലോടാ മോനെ. നീ ശരിക്കും ആ ജ്യൂസിൽ പറഞ്ഞതുപോലെ തന്നെ സാധനം കലക്കോടാ. കലക്കിരുന്നമ്മേ. എന്നിട്ട് അവൾക്കൊരു ചലനവും ഇല്ലല്ലോടാ. ദേ, അവള് തല കറങ്ങി താഴെ വീഴുന്നതിന് മുൻപ് ഞാൻ ആ സരസ്വതിയെ പിരികേറ്റി ഒരു വഴക്കുണ്ടാക്കാൻ പറ്റുമോ നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.